ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അതാണ് ആവറേജ്. അല്ലെ, എന്താണ് ആവറേജ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്താണ് ശരാശരി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അല്ലെ, എന്താണ് ശരാശരിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ധാരാളം കണ്ടുവരാറുണ്ട്. അല്ലെ, ചിലപ്പോഴൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആക്കി മാറി വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അതിന് എന്തറിയണം? നമ്മൾ ആവറേജിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ആ ഒരു ലോജിക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആവറേജിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും എളുപ്പത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും, വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ആവറേജ്? ആവറേജ് എന്താണ് സൂചിപ്പിക്കുന്നത്? അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായി ശരാശരിയിൽ നിന്ന് എന്തൊക്കെ അറിഞ്ഞിരിക്കണമോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ അഡ്വാൻസ് ലെവലിൽ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ റെഡിയാണല്ലോ? അപ്പോൾ ആവറേജിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. റെഡിയാണോ എല്ലാവരും? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ആവറേജ് എന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, എന്താണ് ആവറേജ്? ശരാശരി എന്ന് ഞാൻ പറഞ്ഞു, അതാണ് ഇതിന്റെ മലയാളമാണ്. അല്ലെ, എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ശരാശരി? ആകെ ബൈ എണ്ണം. അല്ലെ, ആകെ ബൈ എണ്ണം എന്നൊക്കെ ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെ, ആകെ ബൈ എണ്ണം എന്ന് മലയാളത്തിലും ടോട്ടൽ ബൈ നമ്പർ എന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടാവും. എന്താ ഇത് അർത്ഥമാക്കുന്നത്? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതാണ് നമ്പർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഒരു സ്കെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കുറെ പെൻസിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിലും കുറച്ച് പെൻസിലുകൾ ഉണ്ടെന്ന് കരുതുക. ഈ ഓരോ പെൻസിലിന്റെയും നീളം നമ്മൾ അളക്കുന്നു. അതിനുശേഷം അത് എത്രയാണ് അതിന്റെ നീളം വരുന്നത് നമ്മൾ എഴുതി വെക്കും. നോക്കി, എത്രയാണ്? ഒരാളുടെ 4 സെന്റിമീറ്റർ ആണ്, അടുത്തയാളുടേത് 5 സെന്റിമീറ്റർ ആണുള്ളത്, അടുത്തയാളുടേത് 6 സെന്റിമീറ്റർ ആണുള്ളത്. അങ്ങനെ 3 പേരുടെ എടുത്ത് നോക്കുമ്പോൾ 3 പേരുടെയും പെൻസിലുകളുടെ നീളം ഒന്ന് 4 സെന്റിമീറ്റർ ആണ്, ഒന്ന് 5 സെന്റിമീറ്റർ ആണ്, ഒന്ന് 6 സെന്റിമീറ്റർ ആണ് നിങ്ങൾ കരുതുക. ഓക്കെ, എന്താണ് ഇത്? നമ്മുടെ നമ്പർ ഓഫ് എന്തൊക്കെയാണ്? ഒബ്സർവേഷൻസ് ആണ്. എന്തൊക്കെ? 4ഉം 5ഉം 6ഉം എന്താണ്? നമ്മുടെ നിരീക്ഷണങ്ങളാണ്. അല്ലെ, എന്താണ്? ഒബ്സർവേഷൻസ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 3 പെൻസിലുകളുടെയും ശരാശരി കാണാൻ പറഞ്ഞാൽ, ആവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ടോട്ടൽ എടുക്കണം ആദ്യം. അല്ലേ, എന്താണ് ടോട്ടൽ? ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എടുക്കണം. 4 + 5 + 6 ടോട്ടൽ എടുത്തു. അല്ലെ, 5 4 9, 9 6 15. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 1 2 3 ഒബ്സർവേഷൻ ഉണ്ട്. അല്ലെ, അപ്പൊ ബൈ 3 എത്ര കിട്ടും? 5 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇതിന്റെ ആവറേജ് എത്രയാണ്? 5 ആണ്. ഇതിന്റെ ശരാശരി എത്രയാണ്? ശരാശരി നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് ശരാശരിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ? എന്താണ്? ടോട്ടൽ ബൈ നമ്പർ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? ടോട്ടൽ ബൈ നമ്പർ. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് ആവറേജിന്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻസ് ചെയ്യുവാനും സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആവറേജ് കാണേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ലെ, ഈ ആവറേജ് കാണുമ്പോൾ പലതിലും കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പല ഒബ്സർവേഷനിലും പല പ്രത്യേകതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നോക്കൂ, കുറച്ച് ഒബ്സർവേഷൻ ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5. ഇത് നോക്കൂ, 5 ഒബ്സർവേഷൻ ആണ്. 5 ഒബ്സർവേഷൻസ് ആണ്. എന്തൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇതിന്റെ ശരാശരി എന്ത് വരും? ഞാൻ ഒറ്റ നോട്ടത്തിൽ പറയും. ഇതെന്താണ്? ഇതിന്റെ ശരാശരി 3 ആണ്. എന്തുകൊണ്ട് 3 വന്നു? നിങ്ങൾ മനസ്സിലാക്കുക. തുടർച്ചയായി വരുന്ന, കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ. അല്ലെ, ആ നമ്പേഴ്സ് എഴുതുകയാണെങ്കിൽ അതിന്റെ കൃത്യം നടുക്ക് വരുന്ന സംഖ്യയായിരിക്കും ആ ഒബ്സർവേഷൻസിന്റെ ശരാശരി എന്ന് പറയുന്നത്. 1 2 3 4 5 തുടർച്ചയായി വരുന്ന സംഖ്യകളാണ്. അല്ലെ, അതിന്റെ കൃത്യം നടുവിൽ ആരുണ്ട്? 3 ഉണ്ട്. അല്ലെ, 3 ഉണ്ട്. അപ്പോൾ 3 ആണ് അതിന്റെ ശരാശരി വരുന്നത്. 3 ആണ് അതിന്റെ ശരാശരി വരുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യം. വ്യക്തമാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഒബ്സർവേഷൻ നോക്കിയേ. 1
2 3 4 എന്താ വന്നത്? 1 2 3 4 അങ്ങനെയാണ് നമ്മുടെ ഒബ്സർവേഷൻസ് ഉള്ളത്. ഇതിന്റെ കൃത്യം നടുവിൽ അല്ലെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ്. പക്ഷേ ഇതിന്റെ ശരാശരി എങ്ങനെ കാണും? ഇതിന് കൃത്യം നടുവിൽ ഒരു സംഖ്യയുണ്ടോ? ഇല്ല അല്ലേ? ഈ നോക്കൂ, പകുതിയാക്കുകയാണില്ല, ഇപ്പുറത്തേക്ക് 1 2 ഇപ്പുറത്ത് വന്നു, 3 4 ഇപ്പുറത്തേക്ക് വന്നു. അതിന്റെ കൃത്യം നടുക്കൊരു സംഖ്യ നമ്മൾ എഴുതിയിട്ടില്ല. പക്ഷെ ആ സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാലോ. എന്താണ്? 2ന്റെയും 3ന്റെയും കൃത്യം നടുവിലുള്ളത് ആരാണ്? 2.5 ആണ് അല്ലെ? 2.5 ആണ് ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോൺസിക്യൂട്ടീവായി തുടർച്ചയായി വരുന്ന സംഖ്യകൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ കൃത്യം നടുവിൽ ആരാണ്? ഇപ്പൊ പോയിന്റ് ദശാംശ സംഖ്യകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദശാംശ സംഖ്യകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ കൃത്യം നടുക്ക് വരുന്നത് ആരാണോ അതാണ് അതിന്റെ ശരാശരി. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അവയ്ക്ക് കൃത്യം നടുവിൽ വരുന്ന സംഖ്യയാണ്. വ്യക്തമാണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ സംശയം ഉണ്ടെന്ന് കൂട്ടി നോക്കിയേ. 4 3 7, 7 2 9, 9 1 10, 10/4 അല്ലെ? 1 2 3 4 4 ഒബ്സർവേഷൻസ് ആണുള്ളത്. 10/4 എന്താണ്? 2.5 തന്നെയാണ് വരുന്നത്. കൃത്യമായി മനസ്സിലായല്ലോ? എന്താണ് ആവറേജ് എന്ന് മനസ്സിലായല്ലോ? തുടർച്ചയായ സംഖ്യകളുടെ ആവറേജ് എടുക്കുമ്പം അവയ്ക്ക് കൃത്യം നടുവിലുള്ള സംഖ്യയാണ് അതിന്റെ ആവറേജ് ആയിട്ട് വരുന്നത്. ഇത്രയും വ്യക്തമാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കാര്യം നോക്കിയേ. അടുത്ത ഞാൻ കുറച്ച് ഒബ്സർവേഷൻസ് ഇതാ. 1 1 1 1 1 ഇതിന്റെ കൃത്യം ശരാശരി എന്താണ് വരിക? ഇതിന്റെ ശരാശരി എന്ത് വരും? ഇതിന്റെ ശരാശരി ഒന്നും നോക്കാനില്ല. എന്താണ് ശരാശരി? എന്താണ്? 1 തന്നെയാണ്. ഓക്കെ, 1 തന്നെയാണ് ഇതിന്റെ ശരാശരി വരുന്നത്. 2 2 2 2 ഇതിന്റെ ശരാശരി എന്താണ്? അത് 2 തന്നെയാണ്. 3 3 3 3 3 അങ്ങനെ എത്ര 3 എഴുതി കഴിഞ്ഞാലും അതിന്റെ ശരാശരി എന്താണ്? 3 തന്നെയാണ്. മനസ്സിലായല്ലോ? എന്താണ്? തുടർച്ചയായിട്ട് ഒരേ സംഖ്യയാണെങ്കിൽ എന്താണ്? അതിന്റെ ശരാശരി അതേ സംഖ്യ തന്നെ ആണ്. ഈ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാം. കുറച്ച് ഒബ്സർവേഷൻസിന്റെ ശരാശരി തന്നിട്ട്, ഓക്കെ, ശരാശരി നമുക്ക് തരുന്നു. ഓക്കെ, എന്നിട്ട് പറയുകയാണ് ഈ ഒബ്സർവേഷൻസിനെ എല്ലാത്തിനെയും എന്താണ് ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു, അല്ലെങ്കിൽ നിശ്ചിത സംഖ്യ കൊണ്ട് കൂട്ടുന്നു, നിശ്ചിത സംഖ്യ കൊണ്ട് ഹരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കും എന്താണ്? ഇതിന്റെ അങ്ങനെ ക്രിയ ചെയ്തതിന് ശേഷമുള്ള ശരാശരി എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കും. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1 1 1 1 1 അങ്ങനെയുള്ള ഈ ഒരു ഒബ്സർവേഷൻസിനോട് എന്താണ്? 1 കൂട്ടുന്നു എന്ന് പറയുന്നു. ഓക്കെ, 1 കൂട്ടുന്നു, എല്ലാ സംഖ്യകളും എല്ലാ ഒബ്സർവേഷനോടും 1 കൂട്ടുന്നു, എന്നിട്ട് കിട്ടുന്ന ആ ഒരു സംഖ്യകളുടെ ശരാശരി എന്താണ്? 1 കൂട്ടിക്കഴിഞ്ഞാൽ 2 2 2 2 2 അങ്ങനെയാണല്ലോ വരിക അല്ലെ? ഈ 2 2 2 2 2ന്റെ എന്താണ് ശരാശരി? എന്താണ്? 2 തന്നെയാണ് അല്ലെ? എന്നാൽ നമുക്ക് ഇത് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും. നോക്കൂ, എന്താണ് ഈ ആദ്യത്തെ നമ്മളോട് ആദ്യം തന്നിരിക്കുന്ന ആ ഒരു ഒബ്സർവേഷൻസിന്റെ ശരാശരി നമുക്കറിയാം എന്താണ്? 1 ആണ്. ആ ആവറേജിനോട്, ആ ഒരു ശരാശരിയോട് എന്താണ് നിങ്ങൾ ഓരോ സംഖ്യയോടും ചെയ്തത് അതേ കാര്യം തന്നെ ചെയ്താൽ മതി. എന്താണ്? ഇവയോടെല്ലാം 1 ആണ് കൂട്ടിയത്, അതുപോലെ നമ്മൾ ഈ ഒരു ആവറേജിനോട് നമ്മൾ 1 കൂട്ടുന്നു. എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു ഒബ്സർവേഷൻസ് കുറച്ച് തന്നു കഴിഞ്ഞിട്ട് അതിന്റെ ശരാശരി അങ്ങനെയുണ്ട്. ഓക്കെ, അപ്പൊ ഒബ്സർവേഷൻസിനോട് എന്തോ ഒരു കാര്യം ചെയ്യുന്നു, ക്രിയ, ഒന്നെങ്കിൽ ഗുണനമാവാം, ഹരണമാവാം, കൂട്ടലാകാം, കുറയ്ക്കലാകാം, അങ്ങനെ എന്ത് വേണേലും ചെയ്തുകൊണ്ട് നിങ്ങളോട് ചോദിക്കും. അതിനുശേഷം അങ്ങനെ ക്രിയ ചെയ്ത് കിട്ടിയതിന് ശേഷമുള്ള ഒബ്സർവേഷൻസിന്റെ ശരാശരി എന്ത്? നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. ആദ്യത്തെ ആ ഒബ്സർവേഷനോട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെ അതിന്റെ ശരാശരിയോടും ചെയ്താൽ മതി. വ്യക്തമാണല്ലോ? ആ ഒബ്സർവേഷൻസിനോട് എന്ത് ക്രിയയാണോ ചെയ്യുന്നത് അത് തന്നെ അതിന്റെ ശരാശരിയോടും ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ കാര്യം. വ്യക്തമാണല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരാശരിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഇനി ഒന്നും കൂടി കൺസോൾഡേറ്റ് ചെയ്ത് പറയുകയാണ്. കുറച്ച് ഒബ്സർവേഷൻസ് തന്നാൽ അതിന്റെ കൃത്യം, അതായത് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരേ ഒരു നമ്പറിലേക്ക് എത്തണം. അതാണ് ഈ ശരാശരി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ചിത്രം പോലെ പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു മരമുണ്ട്, ഇവിടെ ഒരു മരമുണ്ട്, ഇവിടെ ഒരു മരമുണ്ട്, ഇങ്ങനെ ഒരു മരമുണ്ട്. ഓക്കെ, അങ്ങനെ പല ഉയരത്തിലുള്ള പല മരങ്ങൾ ഉണ്ട്. ഇതിന്റെ ശരാശരി എന്തെന്ന് പറഞ്ഞാൽ ഒരു കൂടലുമില്ല കുറയലുമില്ല, അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു കൃത്യം,
അതിന്റെ കൃത്യം നടുവിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ എല്ലാത്തിനെയും ടോട്ടൽ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും ഉയരത്തിൽ കൂടെ പോകുന്ന ഒരു കാര്യം അല്ലെ, അതാണ് നമ്മൾ ഇതിന്റെ ശരാശരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ട മനസ്സിലാവും എന്താണ്, ഇവിടെ 1 ഉണ്ട്, ചെറിയൊരു സംഖ്യയാണ്. 2 ഉണ്ട്, കമ്പാരിറ്റീവ്ലി ചെറിയ സംഖ്യയാണ്. 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, വലിയ സംഖ്യയായ 5 ഉണ്ട് അല്ലെ. എന്നാൽ ഇവയെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാലും അതിനെ അതിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും അല്ലെ. ആ ഒരു 3 എന്താണ്, അതിന്റെ ഒരു നടുവിലൂടെ പോകുന്നതാണ്. അങ്ങനെ ആ ഒരു ആവറേജ് എന്ന് പറയുന്ന ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആവറേജ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചിത്രം വരച്ചത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു പാഠം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കുഴപ്പമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ആവറേജ് പഠിക്കാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നോക്കിയേ, ആദ്യത്തെ ചോദ്യം നോക്കൂ. ദ ആവറേജ് ഓഫ് 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 20. ദ ലാർജസ്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് അല്ലെ. എന്താ പറഞ്ഞത്? 7 തുടർച്ചയായ സംഖ്യകളുടെ ആവറേജ് ശരാശരി എന്ന് പറയുന്നത് എന്താണ്? 20 ആണെന്നാണ് പറഞ്ഞത്. 7 തുടർച്ചയായ സംഖ്യകളുടെ ആവറേജ് എന്താണ്? 20 ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്, ആ 7 സംഖ്യകളിൽ ഏറ്റവും ലാർജസ്റ്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു സംഖ്യയുണ്ട്, രണ്ടാമത്തെ സംഖ്യ 3, 4, 5, 6, 7 അല്ലെ. അപ്പൊ എന്താണ്, 7 സംഖ്യകൾ വന്നു, അവയുടെ കൃത്യം നടുവിൽ ഒരാളുണ്ട്. ആ ഒരാളാണ്? അതിന്റെ ഈ 7 സംഖ്യകളുടെയും ശരാശരിയാണ് അല്ലെ, ശരാശരിയാണ്. ആ ശരാശരി ആരാണ്? 20 ആണ്. നമുക്കറിയാം ഇതൊക്കെ എന്താണ്, തുടർച്ചയായി വരുന്ന സംഖ്യകളാണ്. ഇത് 20 ആണെങ്കിൽ ഇത് 21 ആയിരിക്കും, 22 ആയിരിക്കും, 23 ആയിരിക്കും, 23 ആയിരിക്കും. മനസ്സിലായല്ലോ? 23 ആയിരിക്കും. അപ്പൊ ലാർജസ്റ്റ് ആരാണ്? 23 ആണ്. 23 ആണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മനസ്സിലായല്ലോ, കാര്യം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അതിന്റെ കൃത്യം നടുവിൽ ആര് വരുന്നു? 4ാമത്തെ സംഖ്യ വരുന്നു, അതാണ് 20. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സംഖ്യയാണ് അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. ആരാണത്? 23 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ടോട്ടൽ വീക്ക്ലി ഇമോലുമെന്റ്സ് ഓഫ് ദ വർക്കേഴ്സ് ഓഫ് എ ഫാക്ടറി ഈസ് എത്രയാണ്? 1534 ആണ്. ആവറേജ് വീക്ക്ലി ഇമോലുമെന്റ് ഓഫ് എ വർക്കർ ഈസ് 118. ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറി ഈസ് അല്ലെ. നമുക്ക് എന്തറിയാം, ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകെ ബൈ എണ്ണമാണ്. ശരാശരി ആകെ ബൈ എണ്ണമാണ്. ടോട്ടൽ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, എന്താ ഇവിടെ പറയുന്നത്? ടോട്ടൽ വീക്ക്ലി ഇമോലുമെന്റ്സ് ഓഫ് എ വർക്കേഴ്സ് ഓഫ് ദ ഫാക്ടറി ഈസ് 1534 അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു എത്രയാണ് തുക? എത്രയാണ് വരുന്നത്? 1534 രൂപയാണ് ടോട്ടൽ വരുന്നത്, ആ ഒരു തുക അല്ലെ. ഇവരുടെ ആ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് എത്രയാണ്? 1534 രൂപയാണ് അല്ലെ. പിന്നെയോ ആവറേജ് വീക്ക്ലി ഇമോലുമെന്റ് ഓഫ് എ വർക്കർ, ഒരാളുടെ ആവറേജ്, ഒരാളുടെ ശരാശരി ആ ഒരു പ്രതിഫലം എത്രയാണ്? 118 രൂപയാണ്. 118 രൂപയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ അറിയാം? ടോട്ടൽ അറിയാം, പിന്നെയോ ഒരാൾക്ക് കിട്ടുന്ന ആവറേജും മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ അറിയാം, ആവറേജും അറിയാം. ടോട്ടൽ അറിയാം, ആവറേജും അറിയാം. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറി ഈസ് അല്ലെ. നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തറിയാം? ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ബൈ നമ്പർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാലോ. എന്ത് ചെയ്താൽ മതി? നമ്പർ കണ്ടുപിടിക്കാലോ. എന്താണ് നമ്പർ കണ്ടുപിടിക്കാലോ? എങ്ങനെയാണ്? ടോട്ടൽ ബൈ ആവറേജ് അല്ലെ. ടോട്ടൽ ബൈ ആവറേജ് ചെയ്താൽ മതി. 1534 ഹരിക്കണം 118 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എത്ര വർക്കേഴ്സ് ആ ഫാക്ടറിയിൽ ഉണ്ടെന്ന് കിട്ടും അല്ലെ. എത്രയാണ്? 13 ആണ് അല്ലെ. പെട്ടെന്ന് എങ്ങനെ ചെയ്താൽ മതി? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഓപ്ഷൻസ് നോക്കിയേ. ഒന്ന് 16 ആണ്, 14 ആണ്, 13 ആണ്, 12 ആണ് അല്ലെ. അപ്പൊ നോക്കൂ, ഇവിടെ 8നോട് ഏതോ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം ഗുണിച്ചു കഴിഞ്ഞാൽ, ഒറ്റയുടെ സ്ഥാനം വൺസിന്റെ സ്ഥാനം ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ 4 കിട്ടണം. 6 48 ആണ്, 8 ആണ് വരേണ്ടത്. അവിടെ ഇവിടെ എത്രയാണ്? 4 ഉള്ളത്. 3 അല്ലേ? 3 24. അത് മാത്രമേ 4 കിട്ടുന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് 13 എന്ന് എഴുതാൻ സാധിക്കും.
മനസ്സിലായോ? എക്സാമിന് നമ്മുടെ ടൈം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന വഴി ഏതാണോ ഉത്തരത്തിലേക്ക് എത്താൻ അത് നിങ്ങൾ സ്വീകരിക്കുക. പരമാവധി പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം. ഓപ്ഷൻ സി 13 ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വ്യക്തമാണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ ആവറേജ് ഓഫ് ദ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ആൻ എക്സാമിനേഷൻ ബൈ 8 സ്റ്റുഡൻസ് വാസ് 51 ആൻഡ് ബൈ 9 അതർ സ്റ്റുഡൻസ് വാസ് 68. ആവറേജ് മാർക്സ് ഓഫ് ഓൾ 17 സ്റ്റുഡൻസ് വാസ്. അല്ലെ, എന്താ പറഞ്ഞത്? 8 സ്റ്റുഡൻസിന്റെ അല്ലെ ആവറേജ് 8 സ്റ്റുഡൻസിന് ആവറേജ് ആയിട്ട് കിട്ടിയ എത്രയാണ്? 51 ആണ്. 8 സ്റ്റുഡൻസിന് എത്രയാണ്? 51 ആണ്. 9 സ്റ്റുഡൻസിനോ 68 ആണ് മാർക്ക് ആവറേജ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ 17 സ്റ്റുഡൻസിനും കൂടിയിട്ട് എത്രയാണ് ആവറേജ് കിട്ടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പൊ എന്താണ്? 8 സ്റ്റുഡൻസിന്റെ ആവറേജ് 51 ആണെങ്കിൽ നമുക്ക് അവരുടെ ആകെ മാർക്ക് കണ്ടുപിടിക്കാലോ, ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? 8 × 51 ചെയ്താൽ ഇത്രയും പേരുടെ ടോട്ടൽ മാർക്ക് കിട്ടും അല്ലെ. 8 × 51 എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ടോട്ടൽ മാർക്ക് നമുക്ക് കിട്ടി അല്ലെ. അത് കിട്ടി. ഓക്കെ. പ്ലസ് പിന്നെയോ ഇവിടെ നോക്കൂ, 9 × 68 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 × 68 ചെയ്താല് ഈ 9 കുട്ടികളുടെയും ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് കിട്ടുമല്ലോ. ഓക്കെ. ഡിവൈഡഡ് ബൈ അല്ലെ ഈ 17 പേരുടെയും 9 8 കൂടി കൂട്ടി 17 സ്റ്റുഡൻസിന്റെയും എന്ത് കിട്ടണം? നമുക്ക് ആവറേജ് മാർക്ക് കിട്ടണം. ഡിവൈഡഡ് ബൈ 17 അല്ലെ. 8 × 51 എത്ര വരുന്നുണ്ട്? 408 വരുന്നുണ്ട്. ഓക്കെ. പ്ലസ് പിന്നെയോ എത്ര വരുന്നുണ്ട്? 612 വരുന്നുണ്ട്. 9 × 68 അല്ലെ. ഓക്കെ. ഡിവൈഡഡ് ബൈ 17 ചെയ്യുന്നു. എത്ര കിട്ടുന്നുണ്ട്? ഓക്കെ. 1020/17 എന്ന് കിട്ടും. എത്രയാ വരുന്നത്? 60 എന്ന് കിട്ടും അല്ലെ. 60 എന്ന് കിട്ടും. 60 ആണ് നമുക്ക് ഉത്തരം വരുന്നത്. അതായത് ഇവരുടെ ആവറേജ് മാർക്ക് എത്രയാണ്? 60 ആണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 8 സ്റ്റുഡൻസിന്റെ മാർക്ക് 51 ആണെന്ന് തന്നിട്ടുണ്ട്. 9 സ്റ്റുഡൻസിന്റെ 68 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിലെ എന്താണ് ടോട്ടൽ സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എന്നിട്ട് അവരുടെ നമ്പർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള അവരുടെ എന്താണ് 17 സ്റ്റുഡൻസിന്റെയും ആവറേജ് മാർക്ക് നമുക്ക് കിട്ടും. അത് 60 ആണെന്ന് കിട്ടി. ഓക്കെ. വ്യക്തമാണല്ലോ? ഇതാണ് ഒരു വഴി. ഇനി അടുത്ത ഒരു വഴിയുണ്ട്. എളുപ്പമുള്ള ഒരു വഴിയാണ്. ഇത്രയൊന്നും ക്രിയ ചെയ്യേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അലിഗേഷൻ ആണ് മെത്തേഡ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്താണ് അലിഗേഷൻ എന്നുള്ളത്. ഇനിയിപ്പോ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നോക്കിയേ, എന്താണ്? 2 മാർക്സ് ഉണ്ട് അല്ലെ. ഇവിടെ എന്തൊക്കെയാണ്? 8 പേരുടെ ആവറേജ് 51 എന്ന് തന്നിട്ടുണ്ട്. 9 പേരുടേതോ 68 എന്നും തന്നിട്ടുണ്ട് അല്ലെ. ഇത് രണ്ടിന്റെയും ഈ 51ന്റെയും 68ന്റെയും കൂടി ആവറേജിന്റെ ഈ 17 പേരുടെ ആവറേജ് എടുക്കുമ്പോൾ ഇവയ്ക്കിടയിൽ വരുന്ന ഒരു സംഖ്യയാണ് വരുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, അങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ. അപ്പൊ നോക്കൂ, ആദ്യത്തെ ആ ഒരു മാർക്കിന്റെ ആവറേജ് 51 ഇവിടെ എടുത്തു. അടുത്തത് നോക്കിയേ, 68 ഇവിടെയും എഴുതി. ഇവ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ആ ഒരു ആവറേജ് മാർക്ക് എത്രയാണോ അതാണ് ഇവിടെ കൃത്യം നടുവിൽ വരിക. മനസ്സിലാക്കിയല്ലോ? ഓക്കെ. ഇനി നോക്കിയേ, നമുക്കറിയാം എന്താണ് 51 എന്ന് പറയുന്ന ഈ ആവറേജ് മാർക്ക് 8 സ്റ്റുഡൻസിന്റെ ആണ്. ആ 8 നേരെ താഴെ 51ന്റെ താഴെ 8 ആയിട്ട് എഴുതുക. നോക്കൂ, ഇത് 9 സ്റ്റുഡൻസിന്റെയോ 68. ആ 9 നേരെ താഴെ ഇവിടെയും എഴുതുക. ഇത് ഇവരുടെ എണ്ണമാണല്ലോ അല്ലെ. അതൊരു റേഷ്യോയിൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു റേഷ്യോയിൽ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കിയേ, 51ഉം 68ഉം അല്ലെ. 68ൽ നിന്ന് ഏതോ ഒരു സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ 8ഓ 8ന്റെ ഗുണിതമോ ആയിട്ടുള്ളൊരു സംഖ്യ എത്തും. അതായത് ഒരു റേഷ്യോ കിട്ടുമ്പോൾ നമുക്ക് അവിടെ 8 ആയിരിക്കും വരുന്നത്. 51ൽ നിന്ന് ഈ നടുക്ക് കിട്ടേണ്ട സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9 ആയിരിക്കും ആ ഒരു റേഷ്യോയിൽ ഇവിടെ വരിക. ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ ഒരു വ്യത്യാസം എടുക്കുക. എത്രയാണ്? 17 ആണ് അല്ലെ. ഈ 17നെ 9ഉം 8ഉം 8:9 എന്ന് പറയുന്ന റേഷ്യോയിൽ നിങ്ങൾ മുറിക്കുക. ഓക്കെ.
വിഭജിക്കുക. ഓക്കെ, 17നെ 8:9 എന്ന ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ വിഭജിച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? 9ഉം 8ഉം തന്നെയാണ് കിട്ടുന്നത് അല്ലെ? 9ഉം 8ഉം തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, 51നോട് 9 കൂട്ടുന്നു, 60 എന്ന് കിട്ടും. 60. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, 51ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9. അതാണ് ദാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നോക്കൂ, 60ഉം 68ഉം തമ്മിലുള്ള വ്യത്യാസം അതെത്രയാണ്? 8 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ കൃത്യം നടുവിൽ വരുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു 60 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം, കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു രീതി പറയാം. ഈ അലിഗേഷൻ തന്നെയാണ്, കുറച്ചും കൂടി വ്യക്തമാക്കിയിട്ട് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നോക്കിയേ, 51ഉം 68ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 17 ആണ്. ആണല്ലോ, 51ഉം 68ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 17 ആണ്. ഓക്കെ, ഇനി നോക്കൂ, അവരുടെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടി നോക്കൂ, 8 സ്റ്റുഡൻസും 9 സ്റ്റുഡൻസും, 9 8 എത്രയാണ്? 17 തന്നെയാണ്, വ്യത്യാസമില്ല അല്ലെ? അപ്പൊ ഈ രണ്ട് ആവറേജ് മാർക്കിന്റെ വ്യത്യാസവും ഇവരുടെ എണ്ണങ്ങളുടെ പിന്നെ അഡിഷൻ കൂടി ചെയ്യുമ്പോൾ എത്രയാണ്? സെയിം നമ്പർ ആണ് കിട്ടുന്നത്, 17 തന്നെയാണ് കിട്ടുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ഇവിടെ 51 അല്ലേ ചെറിയ മാർക്ക്, ആവറേജ് മാർക്ക് വരുന്നത് എത്രയാണ്? 51 ആണല്ലോ. ആ 51നോട് അടുത്തതിലെ അടുത്ത കാര്യത്തിലെ അല്ലെ, 51 എന്താണ്? 8 സ്റ്റുഡൻസിന്റെ ആവറേജ് മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ 51നോട് അടുത്ത സെറ്റിലെ 9 സ്റ്റുഡൻസിന്റെ ആ 9 എന്ന് പറയുന്ന എണ്ണം നിങ്ങൾ കൂട്ടുക. ഓക്കെ, ചെറിയ സംഖ്യയോട് അടുത്തതിലെ വലിയ ആ ഒരു സംഖ്യ കൂട്ടുക. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഈ രണ്ടാമത്തെ സെറ്റിലെ ആ ഒരു നമ്പർ അല്ലെ, അതായത് വലിയ മാർക്ക്, അതിനോട് ആദ്യത്തേതിലെ സംഖ്യ കുറച്ചാലും മതി. 68ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. അങ്ങനെ പലവിധ വഴികളുണ്ട്. അപ്പൊ 3 വഴികൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പം, കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു വഴി നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ 3 വഴികളിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത്, ആ ഒരു വഴി നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, വ്യക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ആവറേജ് ഓഫ് 30 റിസൾട്ട്സ് ഈസ് 20 ആൻഡ് ദ ആവറേജ് ഓഫ് 20 റിസൾട്ട്സ് ഈസ് 30. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ദ റിസൾട്ട്സ് എന്നാണ് ചോദിച്ചത് അല്ലെ? എന്താ പറഞ്ഞത്? 30 റിസൾട്ട്സിന്റെ ആവറേജ് എത്രയാണ്? 20 ആണ് വന്നത്. 30 റിസൾട്ട്സിന്റെ ആവറേജ് 20 വന്നു. 20 റിസൾട്ട്സിന്റെ ആവറേജ് എത്രയാണ് വന്നത്? 30 ആണ് വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ സെറ്റിന്റെ ടോട്ടൽ എടുക്കാലോ. എത്ര വരുന്നുണ്ട്? 600 വരും അല്ലെ? 600 വരും. എങ്ങനെ കിട്ടി? 30 × 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 600 എന്ന് കിട്ടും. രണ്ടാമത്തെ സെറ്റ് നോക്കൂ, അവിടെ നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ എത്രയാണ്? അവിടെയും 600 ആണ് വരുന്നത്. അവിടെയും നമുക്ക് എത്രയാണ് വരുന്നത്? 600 ആണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇവരുടെ നമ്പേഴ്സ് നോക്കൂ, എത്രയാണ്? 30ഉം 20ഉം എത്രയാണ് കിട്ടുന്നത്? 50 ആണ് കിട്ടുന്നത് അല്ലെ? ഇവിടുത്തെ ആദ്യ സെറ്റിന്റെ ടോട്ടൽ എത്ര കിട്ടി? 600 കിട്ടി. രണ്ടാമത്തേതിന്റെയും 600 കിട്ടി അല്ലെ? അപ്പൊ രണ്ടും കൂടി കൂട്ടുന്നു. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ദ റിസൾട്ട്സ്? എല്ലാ റിസൾട്ടിന്റെയും ആവറേജ് നമുക്ക് വേണം അല്ലെ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടുന്നു. ടോട്ടൽ എത്രയാണ് വരുന്നത്? 1200 ഡിവൈഡഡ് ബൈ ഇതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. എത്രയാണ്? 50 അല്ലെ? 50 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടുന്നുണ്ട്? 24 കിട്ടും. 24 കിട്ടും. ഓക്കെ, 24 കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? 24 കിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് അലിഗേഷൻ വെച്ച് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് പിന്നെ ചെയ്യണം എന്നുള്ളതൊക്കെ ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. നമുക്ക് 24 എന്ന് പറയുന്ന ഈ ഒരു ഉത്തരത്തിലേക്ക് തന്നെ നമ്മൾ എത്തുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അവിടെ എന്താണ് ആ റേഷ്യോ വരുന്നത്? 30:20 എന്നാണ് അല്ലെ? 3:2 എന്ന ആ ഒരു റേഷ്യോ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോഴും എന്ത് കിട്ടും? 24 എന്ന് പറയുന്ന ആ ഒരു നമ്പർ, ആ ഒരു എന്താണ് ആവറേജ് ആ ഒരു ആവറേജിലാണ് നമ്മൾ എത്തുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ആവറേജ് ഓഫ് 10 നമ്പേഴ്സ് ഈസ് 7. If each number is multiplied by 12, then the average of the new set of numbers will be. അല്ലെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ആവറേജ് ഓഫ് 10 നമ്പേഴ്സ് ഈസ് 7 അല്ലെ? എന്താണ്? 10 നമ്പേഴ്സിന്റെ ആവറേജ് എന്താണ്? 7 ആണ് വന്നത് അല്ലെ? 10 നമ്പേഴ്സിന്റെ ആവറേജ് 7 ആണ് വന്നത്.
ഇഫ് ഈച്ച് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 12 അല്ലെ, എന്താണ് ഈ 10 നമ്പേഴ്സിലെ ഓരോ നമ്പേഴ്സും എന്താണ് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആവറേജ് പുതിയ സെറ്റിന്റെ ആ ഒരു അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു പുതിയ സെറ്റിലെ ആവറേജ് എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു എന്താണ് ആ ഒബ്സർവേഷൻസിൽ നമ്മൾ ഓരോന്നിനെയും എന്ത് ചെയ്താലും അത് തന്നെ അതിന്റെ ആവറേജിനോടും കൂടി ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പുതിയ സെറ്റിന്റെ ആവറേജ് കിട്ടും. ഇവിടെ ഓരോ നമ്പേഴ്സും 10 നമ്പേഴ്സിലെ ഓരോ നമ്പേഴ്സും എന്ത് ചെയ്യുന്നു, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം കിട്ടുന്ന സെറ്റിലെ ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ സെറ്റിലെ 10 നമ്പേഴ്സിന്റെ ആദ്യത്തെ സെറ്റിലെ ആവറേജ് എത്രയാണ്, 7 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പുതിയ സെറ്റിലെ ആവറേജ് എത്രയാണ്, 7 × 12 ആണ്. 7 × 12 ആണ് വരുന്നത്. അപ്പൊ എത്ര കിട്ടും, 84 കിട്ടും. ഓക്കെ, 84 കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 84. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്, ദ ആവറേജ് ഓഫ് 8 നമ്പേഴ്സ് ഈസ് 27. എന്താണ്, 8 നമ്പേഴ്സിന്റെ ആവറേജ് എന്താണ്, 27 ആണ്, 27 ആണ്. ഇഫ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 8 ഫൈൻഡ് ദ ആവറേജ് ഓഫ് ന്യൂ സെറ്റ് ഓഫ് നമ്പേഴ്സ്. അല്ലെ, ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മോഡൽ ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, എത്രയായി കിട്ടുന്നത് വേഗം പറഞ്ഞേ. കിട്ടിയോ? എന്താണ്, ആവറേജ് ഓഫ് 8 നമ്പേഴ്സ് എന്താണ്, 27 ആണ്. 27 ആണ് ആദ്യത്തെ സെറ്റിലെ 8 നമ്പേഴ്സിന്റെ ആവറേജ് അല്ലെ. ഓരോ നമ്പേഴ്സും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ സെറ്റിലെ ആവറേജ് എത്രയാണ്, ആദ്യത്തെ ആ ഒരു ആവറേജിനെ അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 27 × 8 എത്ര കിട്ടും, 216 കിട്ടും അല്ലെ. 216. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്, 216. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു ഒബ്സർവേഷൻസിലെ ഓരോന്നിനെയും എന്ത് ചെയ്താലും, ഇപ്പൊ 2 മാങ്ങ കൊടുത്താൽ ആവറേജിനും 2 മാങ്ങ കൊടുക്കുക. ആ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. ആ ഓരോ ഒബ്സർവേഷനെയും എന്ത് ചെയ്താലും അത് തന്നെ നമ്മുടെ ആവറേജിലും മാറ്റം വരും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഇത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് വെയിറ്റ് ഓഫ് 5 persons sitting in a boat is 38 kilogram. The average weight of the boat and the person sitting in the boat is 52 kilogram. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോട്ട് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നോക്കി എന്താ പറയുന്നത്, 5 പേരുടെ ആവറേജ് വെയിറ്റ് എത്രയാണ്, 38 കിലോഗ്രാം ആണ്. 5 പേരുടെ ആവറേജ് വെയിറ്റ് എത്രയാണ്, 38 കിലോഗ്രാം ആണ് പറഞ്ഞത്. ഓക്കെ, പിന്നെയോ ആവറേജ് വെയിറ്റ് ഓഫ് ദ ബോട്ട് ആൻഡ് ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ദ ബോട്ട് അല്ലെ. എന്താണ്, ആ 5 പേരുടെയും പിന്നെ ആ ബോട്ടിന്റെ വെയിറ്റും കൂടി എടുക്കുമ്പോൾ ആവറേജ് എത്ര വരുന്നുണ്ട്, 52 കിലോഗ്രാം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം, ബോട്ടിന്റെ വെയിറ്റ് എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 5 പേരുടെ അല്ലെ 5 പേഴ്സൺസിന്റെ ആവറേജ് വെയിറ്റ് എത്രയാണ്, 38 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എത്രയാണ്, 5 പേരുടെ എത്രയാണ്, 38 × 5 അല്ലെ. എത്ര വരുന്നുണ്ട്, 190 വരും അല്ലെ. 190 വരും. ഓക്കെ, 190 ആണ് നമ്മുടെ ടോട്ടൽ വെയിറ്റ്. 5 പേരുടെ ടോട്ടൽ വെയിറ്റ് എത്രയാണ് വരുന്നത്, 190 വരും. ഓക്കെ, പിന്നെയോ ഈ 5 പേരെ കൂടാതെ ആ ബോട്ടും കൂടി ഉൾപ്പെടുത്തുമ്പോൾ എത്രയാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്, 52 കിലോഗ്രാം അല്ലെ. അപ്പൊ എത്രയാണ്, 6 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് അല്ലെ. എന്തൊക്കെയാണ്, 5 ആൾക്കാരുണ്ട്, പിന്നെ ആ ബോട്ടുമുണ്ട് അല്ലെ. അപ്പൊ 6 ആണ് നമ്പർ വരുന്നത്. ആവറേജ് എത്രയാണ് വരുന്നത്, 52. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയാണ് വരുന്നത്, 6 × 52 അല്ലെ. 6 × 52 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എത്ര കിട്ടുന്നുണ്ട്, 312 എന്നും കിട്ടും അല്ലെ. 312 എന്നും കിട്ടും അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ 5 പേഴ്സൺസ് മാത്രമാണ്. ഇവിടെയോ 5 പേഴ്സൺ
പിന്നെ ഒരു ബോട്ട് അല്ലെ, അതാണ് ഈ 1 കൊണ്ട് സൂചിപ്പിച്ചത്. 5 പേഴ്സൺ പിന്നെ ഒരു ബോട്ട് അല്ലെ. അപ്പൊ നോക്കൂ, ഇവിടെ 190 5 പേരുടെ വെയിറ്റ് ആയിട്ട് വന്നു. ഇവിടെയോ 5 പേഴ്സൺസിനെയും പിന്നെ ബോട്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 312 വന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബോട്ടിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി? 312 നിന്ന് 190 കുറച്ചാൽ മതി അല്ലെ. എത്ര കിട്ടും? 122 എന്ന് കിട്ടും. 122 കിലോഗ്രാം ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു ക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് 122 കിലോഗ്രാം എന്ന ആ ഒരു ബോട്ടിന്റെ വെയിറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടി വേറൊരു വഴിയും കൂടി കാണിച്ചു തരാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഒരു വഴി നിങ്ങൾ എക്സാമിന് സ്വീകരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നോക്കി എന്താ പറയുന്നത്? 5 പേഴ്സൺസിന്റെ എന്താണ് 38 കിലോഗ്രാം ആണ് ആവറേജ് വെയിറ്റ് വരുന്നത്. എന്നാൽ നോക്കൂ, 5 പേഴ്സണും പ്ലസ് ബോട്ടും കൂടി വരുമ്പോഴോ അത് 52 കിലോഗ്രാം ആകുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് 5 പേഴ്സണും പിന്നെയോ ആ ഒരു എന്താണ് പിന്നെ ബോട്ടും കൂടി വരുമ്പോഴാണ് 52 കിലോഗ്രാം കിട്ടുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ബോട്ടിന്റെ ആ ഒരു വെയിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എത്ര വരുന്നുണ്ട്? 14 കിലോഗ്രാം എന്ന് വരുന്നുണ്ട് അല്ലെ. ഇവ തമ്മിലുള്ള വ്യത്യാസം 14 കിലോഗ്രാം. ഈ 14നെ ഈ 5 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 14നെ 5 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 70 എന്ന് കിട്ടും അല്ലെ. 70 എന്ന് കിട്ടും. ഈ കിട്ടിയ 70നോട് പിന്നെ എന്തും കൂടി കൂട്ടുക. ഈ 5 പേഴ്സൺസും പിന്നെ ബോട്ടും കൂടി ഉള്ള വെയിറ്റ് ഉണ്ടല്ലോ, എത്രയാണ്? 52 കിലോഗ്രാം. അത് കൂടി അങ്ങ് കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 122 എന്ന് കിട്ടും. 122 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു വഴിയിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, ഈ ബോട്ടിന്റെ വെയിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ബോട്ടിന്റെ വെയിറ്റ് പിന്നെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണല്ലേ, 14 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് അങ്ങനെ കുറഞ്ഞു പോകുന്നു അല്ലെ. ആ ഒരു വ്യത്യാസം നമ്മൾ 14 എടുക്കുന്നു. ആ 14നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 70 അല്ലെ. ആ 70നോട് ഇവ രണ്ടും കൂടി കൂടിയ ആ ഒരു സംഖ്യ കൊണ്ട് കൂട്ടുന്നു. 70ഉം 52ഉം കൂടി കൂട്ടിയിട്ട് 122 കിലോഗ്രാം എന്ന് നമുക്ക് ആ രീതിയിൽ വേണമെങ്കിലും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്, ഏതാണോ കൂടുതൽ തെറ്റാതെ കൃത്യമായ ഉത്തരത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്, ആ ഒരു വഴി നിങ്ങൾക്ക് സ്വീകരിക്കാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മീൻ ഓഫ് 9 ഒബ്സർവേഷൻസ് ഈസ് 16. One more observation is included and the new mean becomes 17. The 10th observation is അല്ലെ. എന്താ പറഞ്ഞത്? ഇവിടെ മീൻ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കണ്ടു അല്ലെ. എന്താണ് മീൻ? ആവറേജ് തന്നെയാണ്. ഓക്കെ, ആവറേജ് തന്നെയാണ് മീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ബൈ നമ്പർ, അത് തന്നെയാണ് എന്ത് മീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞത്? 9 ഒബ്സർവേഷൻസിന്റെ മീൻ എത്രയാണ്? 16 ആണ് വന്നത് അല്ലെ. ഒരു ഒബ്സർവേഷൻ കൂടി കൂടുന്നു അല്ലെ. അപ്പൊ എത്രയായി? 10 ഒബ്സർവേഷൻ ആയി അല്ലെ. അപ്പൊ പിന്നെ എന്താണ്? പുതിയ മീൻ എത്രയാണ് വരുന്നത്? 17 ആണ് വരുന്നത്. ഓക്കെ, 17 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് തൊട്ടു മുമ്പ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ എന്താ ചോദിക്കുന്നത്? 10ാമത്തെ ഒബ്സർവേഷൻ ഏതാണ് അല്ലെ. 10ാമത്തെ ഒബ്സർവേഷൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, 9 × 16 ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ കിട്ടും. 9 × 16 ചെയ്യുമ്പോൾ 144 കിട്ടും. ഓക്കെ, 144 കിട്ടും. ഇനിയോ 10 ഒബ്സർവേഷൻ അല്ലെ, 17 ആണ് ആവറേജ് വരുന്നത്. അവിടെ ടോട്ടൽ എത്ര വരും? 170 വരും അല്ലെ. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര 10ാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എത്രയാണ് വരുന്നത്? 26 വരും. 26 ആണ് 10th ഒബ്സർവേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് ഒരു രീതി അല്ലെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ രണ്ടാമത്തെ ഒരു വഴിയുണ്ട്. എന്താണ്? ഈ 17നോട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്യുക? ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 × അതിന്റെ ആ ഒരു നമ്പർ അല്ലെ. എത്രയാണ്? 9. 17 + 1 × 9 എത്രയാണ്? 26 വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം. ഓക്കെ, അപ്പൊ മുൻപ് ചെയ്ത അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഇതും കൂടി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യം മനസ്സിലാക്കും. ഇതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് ആ ഒരു വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.
ഓക്കെ, വ്യക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് വെയിറ്റ് ഓഫ് 15 oarsmen in a boat is increased by 1.6 kilogram when one of the crew who weighs 42 kilogram is replaced by a new man. അല്ലെ, ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ന്യൂ മാൻ എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത് 15 ഓഴ്സ്മാൻ ഉണ്ട് അല്ലെ, 15 ഓഴ്സ്മാൻ ഉണ്ട്. അവരുടെ വെയിറ്റ് 1.6 കിലോഗ്രാം കൂടി. എപ്പോൾ? 42 കിലോഗ്രാം ഉള്ള ഒരാള് പോയിട്ട് എന്താണ്, പുതിയൊരാള് വന്നു, അപ്പോഴാണ് കൂടിയത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ പുതിയതായിട്ട് വന്നയാളുടെ വെയിറ്റ് ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, പുതിയതായിട്ട് വന്ന ആളുടെ വെയിറ്റ് ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കുറച്ച് പേരുണ്ട്, 15 പേരുണ്ട്. അതിൽ അവരുടെ എല്ലാവരുടെയും ആവറേജ് ഒരു നിശ്ചിത കിലോഗ്രാം കൂടുന്നു. എപ്പോൾ? ഒരാളുടെ 42 കിലോഗ്രാം ഉള്ള ഒരാൾ പോയിട്ട് പുതിയൊരാൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് വന്നയാളുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക. ആ പോയ ആളുടെ വെയിറ്റ് ഇല്ലേ എത്രയാണ്? 42 കിലോഗ്രാം. ആ 42 കിലോഗ്രാമിനോട് എന്ത് കൂട്ടണം? 15 into 1.6 കൊണ്ട് ഗുണിച്ചിട്ട് 15നെ 1.6 കൊണ്ട് ഗുണിച്ചിട്ട് ആ ഒരു സംഖ്യ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്രയാണ് ആ പുതിയതായിട്ട് വന്നയാളുടെ വെയിറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എത്രയാണ് വരുന്നത്? 24 കൂടി വരുമ്പോൾ എത്രയാണ്? 42ഉം 24ഉം എത്ര വരുന്നുണ്ട്? 66 കിലോഗ്രാം എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 66 കിലോഗ്രാം, ഓപ്ഷൻ സി. ഓക്കെ, കാര്യം ഇത്രയേ ഉള്ളൂ. ഇവരുടെ എല്ലാവരുടെയും ഈ പുതുതായിട്ട് ഒരാൾ വന്നല്ലോ, അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും വെയിറ്റ് കൂടണം, ആവറേജ് വെയിറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ എന്താണ്, ആദ്യം ആ പോയ ആളെക്കാളും എന്താണ് വെയിറ്റ് കൂടിയ ഒരാളായിരിക്കും വന്നിട്ടുണ്ടാവുക. മനസ്സിലായല്ലോ. എന്താണ്, ഇവരുടെ എല്ലാവരുടെയും ആവറേജ് വെയിറ്റ് ഒരു നിശ്ചിത കിലോഗ്രാം കൂടണം എന്നുണ്ടെങ്കിൽ ആ പുതുതായിട്ട് വന്നയാൾ ആദ്യം പോയ ആളേക്കാൾ വെയിറ്റ് കൂടിയ ഒരാളായിരിക്കും അല്ലെ. അപ്പൊ ആ കൂടിയ വെയിറ്റ് ഉണ്ടല്ലോ അത് ഈ 15 പേരിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോയിട്ടുണ്ടാവും. ഈക്വലി എല്ലാവരിലേക്കും പോയിട്ടുണ്ടാവും. എത്ര വെച്ചാണ് പോയത്? 1.6 വെച്ചാണ് പോയത്. അതുകൊണ്ടാണ് എല്ലാവരുടെയും വെയിറ്റ് 1.6 വെച്ച് കൂടുന്നത് അല്ലെ. അപ്പൊ ആ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ആ ഒരു വെയിറ്റ് എത്രയാണ് നമ്മൾ കണ്ടെത്തണം. അതെത്രയാണ്? 15 into 1.6 ആണ് അല്ലെ. ഈ 15 പേർക്കും എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഈ 15 into 1.6 ചെയ്ത് കഴിഞ്ഞാൽ ആ ഈക്വലി എല്ലാവർക്കും പോയ ആ ഒരു വെയിറ്റ് കിട്ടും അല്ലെ. അതിനോട് ആദ്യം പോയ ആളുടെ വെയിറ്റ് കൂടി കൂട്ടുമ്പോൾ പുതുതായിട്ട് വന്ന ആളുടെ വെയിറ്റ് നമുക്ക് കിട്ടും. അതാണ് 66 കിലോഗ്രാം. ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. വ്യക്തമാണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് ഓഫ് 9 നമ്പേഴ്സ് ഈസ് 30 അല്ലെ. എന്താണ്? 9 നമ്പേഴ്സിന്റെ ആവറേജ് 30 ആണ്. ആവറേജ് ഓഫ് ഫസ്റ്റ് 5 നമ്പേഴ്സ് ഈസ് 25 അല്ലെ. അതിൽ ആദ്യത്തെ 5 നമ്പറിന്റെ ആവറേജ് എത്രയാണ്? 25 ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് 3 നമ്പേഴ്സ് ഈസ് എത്രയാണ്? 35 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ 6th നമ്പർ എന്നാണ് ചോദിച്ചത് അല്ലെ. മൊത്തം 9 നമ്പർ ഉണ്ട്. 9ൽ ആദ്യത്തെ 5 എണ്ണത്തിന്റെ ആ ഒരു ആവറേജ് എത്രയാണ്? 25 ആണ് വന്നത്. ഓക്കെ, പിന്നെയോ അവസാനത്തെ മൂന്നെണ്ണത്തിന്റെയോ അത് 35 ആണ് വന്നത് അല്ലെ. 5 3 8 അല്ലെ. ഒരാൾ ബാക്കിയുണ്ട്. ആ ഒന്നിന്റെ ആ ഒരു എത്രയാണ് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആ ബാക്കിയുള്ള ആ ഒരു നമ്പർ എത്രയാണ്? 6ാമത്തെ നമ്പർ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കിയേ, 5 into 25 ചെയ്താൽ എത്ര കിട്ടും? അത് നമുക്ക് ഇതിന്റെ ടോട്ടൽ കിട്ടും അല്ലെ. അപ്പൊ നോക്കൂ, 9 ആണ്, 9 നമ്പേഴ്സ് ആണുള്ളത്. 9 എണ്ണത്തിന്റെ ടോട്ടൽ എത്രയാണ്? ആവറേജ് എത്രയാണ്? 30 ആണ് അല്ലെ. അപ്പൊ എത്ര കിട്ടി? 270 ആണ് ഈ 9 നമ്പേഴ്സിന്റെയും ടോട്ടൽ ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് ഈ 5 നമ്പേഴ്സ് 25 ആവറേജ് ആയി വരുന്ന 5 നമ്പേഴ്സിന്റെ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 25 into 5 അല്ലെ. 25 into 5 പ്ലസ് പിന്നെയോ 3 into 35.
ഇത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ആ ബാക്കിയുള്ള ഒരാളുടെ നമ്പർ എത്രയാണെന്ന് കിട്ടും. 270 മൈനസ് എത്രയാണ്? 25 × 5 125 പ്ലസ് 3 × 35 എത്രയാണ് വരുന്നത്? 105 കൂടി വരുന്നത് അല്ലേ? അപ്പൊ എത്രയാണ്? 230 കുറച്ചാൽ മതി. എത്ര കിട്ടും? 40 എന്ന് കിട്ടും. 40 ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി 40 ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആവറേജ് ഓഫ് 20 നമ്പേഴ്സ് ഈസ് 12 അല്ലെ? 20 നമ്പേഴ്സിന്റെ എത്രയാണ്? 12 ആണ്. 20 നമ്പേഴ്സിന്റെ 12 ആണ്. ആവറേജ് ഓഫ് ഫസ്റ്റ് 12 നമ്പേഴ്സ് ഈസ് 11 ആൻഡ് ദാറ്റ് ഓഫ് ദ നെക്സ്റ്റ് 7 നമ്പേഴ്സ് ഈസ് 10. ദ ലാസ്റ്റ് നമ്പർ ഈസ് അല്ലെ? അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, 20 നമ്പേഴ്സിന്റെ എത്രയാണ്? 12 ആണ് അല്ലെ? അതിൽ തന്നെ ആദ്യത്തെ 12 എണ്ണത്തിന്റെ 11 ആണ്. 12 എണ്ണത്തിന്റെ 11 ആണ്. പിന്നെയോ അടുത്ത 7 എണ്ണത്തിന്റെ എത്രയാണ്? അത് 10 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 12 7 19 20ാമത്തെ നമ്പർ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാം. 20 × 12 എത്ര കിട്ടും? 240 കിട്ടും. 240. ഈ 12 നമ്പേഴ്സിന്റെ 11 ആണ് അല്ലെ? അപ്പൊ അതിന്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 132 വരും. 12 × 11 132 വരും. 7 × 10 70 വരും അല്ലെ? ഇവ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയായി? 202 ആയി അല്ലെ? 202 ആയി. ഈ 240 നിന്ന് 202 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 38 കിട്ടും. ഈ 38 ആണ് എന്ത്? അവസാനത്തെ നമ്പർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? കാര്യം വ്യക്തമാണല്ലോ? 20 നമ്പേഴ്സിന്റെ ആവറേജ് 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ കണ്ടുപിടിക്കാം. ആദ്യത്തെ 12 എണ്ണത്തിന്റെ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ആവറേജ് അറിയാം, നമ്പറും അറിയാം, 12 ആണെന്ന് അറിയാം. ഓക്കെ, നമ്പർ നമുക്ക് 12 ആണെന്ന് അറിയാം, ആവറേജ് 11 ആണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാം. 132 കിട്ടും. അടുത്ത 7 നമ്പേഴ്സിന്റെ ആവറേജ് എത്രയാണ്? 10 ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാം. എത്രയാണ്? 70 ആണ് വരുന്നത്. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എത്ര എണ്ണം കിട്ടി? 19 എണ്ണത്തിന്റെയും പിന്നെ ടോട്ടൽ കിട്ടി അല്ലെ? 20 നമ്പേഴ്സിന്റെ ടോട്ടൽ നിന്ന് 19 എണ്ണത്തിന്റെ ടോട്ടൽ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് അവസാനത്തെ നമ്പർ, ബാക്കിയുള്ള 20ാമത്തെ നമ്പർ കിട്ടും. അത് 38 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ആവറേജ് ഓഫ് 30 നമ്പേഴ്സ് ഈസ് 12. ആവറേജ് ഓഫ് 30 നമ്പേഴ്സ് ഈസ് 12. ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 20 ഓഫ് ദം ഈസ് 11. ഓക്കെ, ആൻഡ് ദാറ്റ് ഓഫ് ദ നെക്സ്റ്റ് 9 ഈസ് 10. ദ ലാസ്റ്റ് നമ്പർ ഈസ് അല്ലെ? നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 30 × 12 ചെയ്താൽ ഈ 30 നമ്പേഴ്സിന്റെയും ടോട്ടൽ നമുക്ക് കിട്ടും അല്ലെ? എത്ര കിട്ടും? 360 എന്ന് കിട്ടും അല്ലെ? ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 20 ഓഫ് ദം അല്ലെ? 20 എണ്ണത്തിന്റെ ആവറേജ് എത്രയാണ്? 11 ആണ്. 20 എണ്ണത്തിന്റെ ആവറേജ് എത്രയാണ്? 11 ആണ്. അപ്പൊ എത്ര കിട്ടും? 220 കിട്ടും. ഓക്കെ, അടുത്ത 9 എണ്ണത്തിന്റെയോ 10 ആണ് അല്ലെ? അപ്പൊ എത്ര കിട്ടും? 90 കിട്ടും അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 310 ആയി അല്ലെ? 310 ആയി അല്ലെ? ഈ 360 നിന്ന് 310 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ നമ്പർ കിട്ടും. അത് എത്രയാണ്? 50 ആയിരിക്കും വരിക. 50. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 50 ആണ് നമ്മുടെ ശരിയുത്തരം. ഓക്കെ, വ്യക്തമാണോ? എളുപ്പമല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് എ മാൻ ഫോർ ദ ഫസ്റ്റ് 5 months ഈസ് 1200 ആൻഡ് ഫോർ ദ നെക്സ്റ്റ് 7 months ഈസ് 1300. ഇഫ് ഹി സേവ്സ് 2900 ഇൻ ദാറ്റ് ഇയർ ഹിസ് മന്ത്ലി ആവറേജ് ഇൻകം ഈസ് അല്ലെ? എന്താണ് പറഞ്ഞത്? ഒരാളുടെ ആദ്യത്തെ 5 മാസത്തെ ആവറേജ് എക്സ്പെൻഡിച്ചർ അല്ലെ? എക്സ്പെൻഡിച്ചർ എത്രയാണ്? 1200 രൂപയാണ്. എക്സ്പെൻഡിച്ചർ എത്രയാണ്? എക്സ്പെൻഡിച്ചർ ഓഫ് ഫസ്റ്റ് 5 months എത്രയാണ്? 1200 രൂപയാണ്. ഓക്കെ, പിന്നെയോ അടുത്ത
എക്സ്പെൻഡിച്ചർ ഓഫ് 7 months അല്ലെ 7 months എത്രയാണ് 1300 രൂപയാണ്. ഓക്കെ, പിന്നെയോ ഇയാൾ സേവ് ചെയ്യുന്ന എത്രയാണ് 2900 രൂപയാണ് ആ ഒരു വർഷം മുഴുവനായിട്ട് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാലോ 5 മാസത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ടോട്ടൽ എത്രയാണ് വരിക? ടോട്ടൽ 5 × 1200 എത്രയാണ് 6000 എന്ന് വരും. ഓക്കെ, 6000 എന്ന് വരും, 6000 എന്ന് വരും. ഓക്കെ, പിന്നെയോ 7 മാസത്തെ ടോട്ടൽ, 7 മാസത്തെ ടോട്ടൽ എത്രയാണ് വരുന്നത് 7 × 1300 എന്ന് വരും അല്ലെ. 7 × 1300 എന്ന് വരും. എത്രയാണ് 9100 വരും, 9100 വരും. ഓക്കെ, അപ്പൊ എത്രയായി നമ്മുടെ എക്സ്പെൻഡിച്ചർ മാത്രം എത്രയായി 6000 പ്ലസ് 9100 എത്ര കിട്ടും 15100 എന്ന് കിട്ടും. ഇതിന്റെ കൂടെ എന്ത് കൂടി കൂടും? നമ്മുടെ സേവിങ്സും കൂടി കൂടുമ്പോഴാണ് എന്ത് വരുന്നത് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ടോട്ടൽ ഇൻകം കിട്ടുന്ന എപ്പോഴാണ് ഈ എക്സ്പെൻഡിച്ചറിന്റെ കൂടെ ഈ നമ്മുടെ സേവിങ്സും കൂടി കൂടുന്നു അല്ലെ. അപ്പൊ 2900 പ്ലസ് സേവിങ്സ് വരുമ്പോഴാണ് അല്ലെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഈ ഒരു 15100 സേവിങ്സും കൂടി വരുമ്പോഴാണ് എന്ത് വരുന്നത് ഇൻകം വരുന്നത് അല്ലെ. അപ്പൊ നോക്കൂ 15100 പ്ലസ് സേവിങ്സ് എത്രയാണ് 2900. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? അപ്പൊ എത്ര കിട്ടുന്നത് 18000 എന്ന് വരും അല്ലെ. 18000 ആണ് നമ്മുടെ ആ ഒരു വാർഷിക ഇൻകം. വാർഷിക വരുമാനം എത്രയാണ് 18000 രൂപ എന്ന് കിട്ടും അല്ലെ. പക്ഷെ നമുക്ക് വാർഷിക വരുമാനമാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, മന്ത്ലി ആവറേജ്, ഹിസ് മന്ത്ലി ആവറേജ് ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ 18000 ഹരിക്കണം 12 ഓക്കെ ചെയ്യുമ്പോൾ എത്ര കിട്ടും 1500 എന്ന് കിട്ടും. 1500 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. 1500 രൂപയാണ് അദ്ദേഹത്തിന്റെ എന്ത് മാസ വരുമാനം. ആവറേജ് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The average monthly income of A and B is 14000. That of B and C is 15600. A and C is 14400. The monthly income of C is അല്ലെ. എന്താ പറഞ്ഞത്? എയുടെയും ബിയുടെയും കൂടിയിട്ടുള്ള ആവറേജ് ഇൻകം ആണ് അല്ലെ. ടോട്ടൽ ഇൻകം അല്ല, ആവറേജ് ഇൻകം ആണ് എത്ര 14000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? ഈ രണ്ടുപേരല്ലേ 2 × 14000 എത്രയാണ് 28000 എന്ന് വരും. ഓക്കെ, അടുത്ത് നോക്കൂ. ബിയുടെയും സിയുടെയും കൂടിയിട്ട് ആവറേജ് ഇൻകം എത്ര വരും 15600 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് വരുന്നത് 31200 എന്ന് വരും. 31200 എന്ന് വരും. പിന്നെയോ എയും സിയും ആണെങ്കിലോ അപ്പോൾ 14400 എന്ന് വരും. ടോട്ടൽ എത്ര വരും 28800 എന്ന് വരും അല്ലെ. രണ്ടുപേരാണല്ല അല്ലെ. അപ്പോൾ ഇതിന്റെയൊക്കെ ഇരട്ടി നമ്മൾ എടുക്കണം. 28800 ആണ് എയുടെയും സിയുടെയും ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ എന്താണ് ദ മന്ത്ലി ഇൻകം ഓഫ് സി ഈസ് അല്ലെ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവരുടെ ടോട്ടൽ നമുക്ക് കിട്ടുമല്ലോ. ഈ 28000ഉം 31200ഉം 28800 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 88000 എന്ന് കിട്ടും അല്ലെ. 88000 എന്ന് കിട്ടും. 88000 എന്ന് കിട്ടും. ഓക്കെ, 88000 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ 88000 എന്താണ് എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് സി. അതായത് എയും ബിയും സിയും 2 തവണ കൂട്ടുന്നുണ്ട്. അതായത് 2 × എ പ്ലസ് ബി പ്ലസ് സി ആണെന്ത് 88000. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ്? അത് 44000 ആണ്. 44000 ആണ്. എ പ്ലസ് ബി പ്ലസ് സി 44000 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിയുടെ ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. സിയുടെ ഇൻകം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി പ്ലസ് സിയിൽ നിന്ന് എ പ്ലസ് ബി അങ്ങ് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ എത്രയാണ് സിയുടെ ഇൻകം എന്ന് പറയുന്നത്? 44000 മൈനസ് എ പ്ലസ് ബിയുടെ ഇൻകം എത്രയാണ്
28,000. 28,000 അങ്ങ് കുറയ്ക്കുന്നു. എത്ര കിട്ടും? 16,000 എന്ന് കിട്ടും അല്ലെ? 16,000 എന്ന് കിട്ടും. 16,000. ഓക്കെ, 16,000 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ 16,000 രൂപയാണ് എന്ത് സിയുടെ ഇൻകം ആയിട്ട് വരുന്നത്. കിട്ടിയോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓഫ് ദ 3 numbers whose average is 60, the first is 1/4 of the sum of the others. The first number is അല്ലെ? എന്താ പറഞ്ഞത്? 3 numbers ഉണ്ട്. അവരുടെ ആവറേജ് എത്രയാണ്? 60 ആണ്. അവരുടെ ആവറേജ് 60 ആണ്. എന്നിട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് സംഖ്യ എത്രയാണ്? 1/4 of the sum of the others അല്ലെ? ഫസ്റ്റ് 1/4 of the സം ഓഫ് ദ അതേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ 3 സംഖ്യകളുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക. എ ബി സി. ഓക്കെ, ഇനി നോക്കൂ. ഓഫ് 3 numbers whose average is 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? എ എന്ന് പറയുന്നത് അല്ലെ? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് സം ഓഫ് ദ അതേഴ്സിന്റെ 1/4 ആണ് അല്ലെ? അപ്പൊ ബി പ്ലസ് സിയുടെ 4 ആണ് എന്ത്? എ എന്ന് പറയുന്നത് അല്ലെ? ബാക്കിയുള്ളത് ബിയുടെയും സിയുടെയും സമ്മിന്റെ 1/4 ആണ്. അതായത് ബി പ്ലസ് സി ബൈ 4 ആണ് എന്ത്? എ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ബി പ്ലസ് സി ബൈ 4 ആണ്. പിന്നെ എന്താ പറഞ്ഞത്? 3 നമ്പേഴ്സിന്റെയും ആവറേജ് എത്രയാണ്? 60 ആണ്. ഓക്കെ, എ എത്രയാണ്? ബി പ്ലസ് സി ബൈ 4 ആണ്. ഓക്കെ, അപ്പൊ എയും ബിയും സിയും കൂടി നമുക്ക് കൂട്ടാം. ഓക്കെ, എക്ക് പകരം നമ്മൾ ബി പ്ലസ് സി ബൈ 4 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ബി പ്ലസ് സി ബൈ 4 പ്ലസ് ബി പ്ലസ് സി എന്നിങ്ങനെ എടുക്കുന്നു. ഓക്കെ, ബി പ്ലസ് സി ബൈ 4 പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. എത്രയാ കിട്ടുന്നത്? 4 ഇൻറ്റു ബി പ്ലസ് സി എത്രയാണ്? 4 ബി പ്ലസ് സി ആണ് അല്ലെ? അതിനോട് നമ്മൾ ഈ ബി പ്ലസ് സിയും കൂടി കൂട്ടുമ്പോൾ എന്തായി? 5 ബി പ്ലസ് സി ആയി. 5 ബി പ്ലസ് സി ബൈ 4 ഇതെത്രയാണ്? 60 ആണ്. 60 എന്ന് പറയുന്നത് 5 ഇൻറ്റു ബി പ്ലസ് സി ബൈ 4 ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇവ കട്ട് ചെയ്ത് പോകുന്നു. 5 ഇവിടെ പോയി, ഇവിടെയോ ഇത് 12 ആയി. ഓക്കെ, ഇത് 12 ആയി ആയല്ലോ. ഓക്കെ, ഇനി നോക്കൂ. 4 ഇൻറ്റു 12 എത്രയാണ്? 48 എന്ന് കിട്ടും അല്ലെ? 4 ഇൻറ്റു 12 48 എന്ന് കിട്ടി. ഓക്കെ, ഇതാണെന്ത്? ബി പ്ലസ് സി എന്ന് പറയുന്നത്. ഓക്കെ, ബി പ്ലസ് സി എന്ന് പറയുന്നത് 4 ഇൻറ്റു 12 ആണ്. ഓക്കെ, 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 ഓക്കെ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ആവറേജും കൂടി എടുക്കണം അല്ലേ? ഓക്കെ, ഓക്കെ, നമ്മളിത് ആഡ് ചെയ്തതിന് ശേഷം അതിന്റെ ആവറേജ് എടുക്കണം. ഓക്കെ, അവിടെയാണ് മാറിപ്പോയത്. നോക്ക്, ശ്രദ്ധിക്കുക. ബി പ്ലസ് സി ബൈ 4 പ്ലസ് ബി പ്ലസ് സി ആണ് വരുന്നത് അല്ലെ? അപ്പൊ നോക്കൂ, 5 ബി പ്ലസ് സി 5 ബി പ്ലസ് സി ബൈ 4 ഇതിന്റെ ആവറേജ് എടുക്കണം. അതായത് ബൈ 3 ചെയ്യണം അല്ലെ? ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? ഇവിടെ 3 വന്നു. അതാണ് എന്ത്? 60 എന്ന് പറയുന്നത്. അതാണ് 60. ഓക്കെ, 5 ബി പ്ലസ് സി ബൈ 4 ഡിവൈഡ് ബൈ 3 അല്ലെ? ഡിവൈഡ് ബൈ 3 എന്താ? ഇവിടെ ഈ 4 ഇൻറ്റു 3 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് 12 ആവുന്നു, ഇവിടെ 5 ആയി. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ 12 ആണ് അല്ലെ? 4 ഇൻറ്റു 3 12 ആണ്. ഈ 12ഉം ഈ 12 കൂടി എത്രയായി? ഗുണിക്കുമ്പോൾ എത്രയായി? 144. 144 എന്താണ്? ബി പ്ലസ് സി ആണ്. ബി പ്ലസ് സി എന്താണ്? 144 ആണ്. ഓക്കെ, ബി പ്ലസ് സി എന്താണ്? 144 അല്ലെ? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഫസ്റ്റ് നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള രണ്ടെണ്ണത്തിന്റെയും 1/4 ആണ് അത്രേ ആദ്യത്തെ നമ്പർ. അതായത് എ എന്ന് പറയുന്നത് 144ന്റെ 144 ബൈ 4 ആണ്. 144ന്റെ 1/4 ആണ്. അത് എത്രയാ വരുന്നത്? 36 വരുന്നുണ്ട് അല്ലെ? ഓക്കെ, 36 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. 36 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ്? ഇവിടെ ബി പ്ലസ് സി ബൈ 4 എടുത്തു, എക്ക് പകരം ബി പ്ലസ് സി ബൈ 4 എടുത്തു, പ്ലസ് ബി പ്ലസ് സി ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു ബി പ്ലസ് സി എന്ന് കിട്ടും.
ഓക്കെ, ഈ 5 ഇൻറ്റു ബി പ്ലസ് സി ബൈ 4, ഓക്കെ, ആ 5 ഇൻറ്റു ബി പ്ലസ് സി ബൈ 4 എന്താണ്? എയും ബിയും സിയും കൂടി കൂട്ടിയതിന്റെ ആ കൂട്ടിയ സമ്മാണ് എത്ര? 5 ഇൻറ്റു ബി പ്ലസ് സി ബൈ 4 എന്ന് പറയുന്നത്. അതിന്റെ ആവറേജ് എടുക്കുന്നു. 3 എണ്ണമാണ് അല്ലെ, 3 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 60 എന്ന് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. 60 കൂടി എഴുതുന്നു. അതിനുശേഷമോ ബി പ്ലസ് സി നമ്മൾ കണ്ടുപിടിക്കും. എത്രയാണ്? 144 എന്ന് കിട്ടും. ബി പ്ലസ് സിയുടെ 1/4 ആണ്. ബി പ്ലസ് സിയുടെ 1/4, അതായത് 144ന്റെ 1/4 ആണ് എന്ത്? എ, ആദ്യത്തെ സംഖ്യ. എത്രയാണ്? അത് 36 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ, വ്യക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓഫ് ദ 3 നമ്പേഴ്സ് second is twice the first and also thrice the third if the average of the 3 numbers is 44, the largest number is, അല്ലെ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി വരികയാണ്. ഓക്കെ, റേഷ്യോയും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, 3 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അത് ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക. എന്താ പറഞ്ഞത്? സെക്കൻഡ് ഈസ് ബി എന്ന് പറയുന്നത് എന്താണ്? ട്വൈസ് ദ ഫസ്റ്റ് എ. ബി എന്താണ്? ട്വൈസ് ദ ഫസ്റ്റ്. ഓക്കെ, എന്താണ്? 2a ആണ്. സെക്കൻഡ് ഈസ് ട്വൈസ് ദ ഫസ്റ്റ്. ബി ഈസ് ഈക്വൽ ടു 2a ഈക്വൽ ടു ആൻഡ് ഓൾസോ ത്രൈസ് ദ തേർഡ്. ത്രൈസ് ദ തേർഡ്. ഓക്കെ, അപ്പോൾ 3c കൂടിയാണ്. ഒന്നും കൂടി നോക്കുക. ബി ഈക്വൽ ടു 2a ഈക്വൽ ടു 3c ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പറയുന്നത്? ഇഫ് ദ ആവറേജ് ഓഫ് ദ 3 നമ്പേഴ്സ് ഈസ് 44, ദ ലാർജസ്റ്റ് നമ്പർ ഈസ് എന്നാണ് ചോദിച്ചത് അല്ലെ. പക്ഷെ നമുക്കിവിടെ ബി എത്രയാണ്, എ എത്രയാണ്, സി എത്രയാണ് എന്നൊന്നും നമുക്ക് അറിയില്ല. ഇതുവരെ നമുക്ക് അറിയില്ല. എന്നാൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ A:B:C അവയുടെ അംശബന്ധം, റേഷ്യോ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എളുപ്പമാണ്. നോക്കൂ, ഇവിടെ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഇങ്ങനെ ഒരു ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എ വരുന്ന ആ ഒരു ടേം ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ കോഎഫിഷ്യൻസ് അല്ലേ എത്രയാണ്? ബിന്റെ 1 ആണ്, സിയുടേത് 3 ആണ്. അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും അല്ലെ. 3 × 1 3 ഈസ്റ്റു ബി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബി ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 6 കിട്ടും. ഓക്കെ, ഈസ്റ്റു പിന്നെയോ സി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സിയുടെ കോഎഫിഷ്യന്റ് ഒഴിവാക്കി ബാക്കിയുള്ളതിന്റെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കൂ, 2 × 1 എത്രയാണ് വരുന്നത്? 2 എന്ന് വരും. ഓക്കെ, അപ്പൊ 3:6:2 ഇതാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഈ 3 സംഖ്യകളുടെയും ആവറേജ് എത്രയാണ്? 44 ആണ്. ഇതൊരു റേഷ്യോ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ സംഖ്യ എത്ര എടുക്കാം? 3x എന്ന് എടുക്കാം. അടുത്തതോ 6x എന്ന് എടുക്കാം. പിന്നെയോ 2x എന്ന് എടുക്കാം. ഇത് ബൈ 3 ആണത്രേ 44. 6ഉം 3ഉം 9, 9ഉം 2ഉം 11. 11x/3 ആണത്രേ 44. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാലോ. 11ഉം 44 നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 4 ആയി. എക്സ് എന്ന് പറയുന്നത് 4 × 3 12 എന്ന് വരും. എക്സ് എത്രയാണ്? 4 × 3 12 അല്ലെ. ഇവിടെ നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 6 ആണ് സൂചിപ്പിക്കുന്നത്. അതായത് 6x ആണെന്ത്? ലാർജസ്റ്റ് നമ്പർ. 6x ആണെന്ത്? ലാർജസ്റ്റ് നമ്പർ. അതായത് ലാർജസ്റ്റ് സംഖ്യ ഏതാണ്? 6 × 12 എത്രയാണ്? 72 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഏറ്റവും വലിയ സംഖ്യയായിട്ട് നമുക്ക് കിട്ടുന്നത്. വ്യക്തമാണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ ഒരു റേഷ്യോ കണ്ടുപിടിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. എയുടെ ഭാഗത്തുള്ളതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? എയുടെ കോഎഫിഷ്യന്റ്, അത് എയുടെ ടേം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള 2 ടേമിന്റെയും കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 3 വന്നു. ബിയുടേതാണെങ്കിലോ എന്താണ്? 2 × 3 6 വന്നു. സിയുടേതാണെങ്കിലോ എന്താ ചെയ്യുക? 2 × 1 2 ചെയ്യുക. 3:6:2 ഇതാണ് ആ സംഖ്യകളുടെ ആ ഒരു അംശബന്ധം, റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എളുപ്പമാണ്. എന്താണ്? ആവറേജ് 44 ആണെന്ന് തന്നിട്ടുണ്ട്, അത് നേരെ കൊടുക്കുക. പിന്നെയോ എക്സ് കണ്ടുപിടിക്കുക. എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ലാർജസ്റ്റ് നമ്പറെ സൂചിപ്പിക്കുന്ന 6x അല്ലെ എത്രയാണെന്ന് കണ്ടെത്തുക. അത് 72 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച എന്താണ്?
എന്താണ് പഠിച്ചത്? ആവറേജുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി ഇത്രയും നിങ്ങൾ സെറ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ്, കുറച്ചും കൂടി ട്രിക്കി ആയിട്ടൊക്കെ ചോദിക്കുന്ന ആവറേജ് ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ചെയ്തു നോക്കുക, അങ്ങനെ തറവാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.